മോഡലിംഗ് ഒന്നും ഇല്ല, പക്ഷേ ബിഗ് ബോസിലെ ഈ വീക്കിലെ എവിക്ഷൻ തികച്ചും പറഞ്ഞ അൺഫെയർ. ഇപ്പൊ അൺഫെയർ എന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പ് പോയിട്ടുള്ള പല വ്യക്തികളുടെയും ഒരു അൺഫെയർ എവിക്ഷൻ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് റൺഔട്ട് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിന്റെ റീസൺ എന്താണെന്ന് ഇത്രയും നാളായിട്ട് ബിഗ് ബോസ് കണ്ടിട്ടും ഇതിന്റെ റിവ്യൂ കണ്ടിട്ടും അതിന്റെ ഒരു പ്രോപ്പർ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സീസണിൽ തന്നെ ഇപ്പൊ അപ്പാനി ശരത്ത് ഔട്ടായി പോയതാണെങ്കിലും ശരി, ജിഷൻ ഔട്ടായി പോയതാണെങ്കിലും ശരി, കാലം തെറ്റിയ അല്ലെങ്കിൽ സമയം തെറ്റിയ സമയങ്ങളിലാണ് ഔട്ടായി പോയിട്ടുള്ളത്. എന്നാൽ ബിഗ് ബോസിനകത്ത് ഇപ്പൊ നിലവിൽ ഔട്ടാവാൻ ചാൻസ് ഉള്ളവരും അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഷോയ്ക്ക് അനുയോജ്യമല്ലാത്ത പല പ്രകടനങ്ങളും കാണിച്ചു വെക്കുന്ന വ്യക്തികളും ഇപ്പോഴും അവിടെ സ്ഥിരതയോടുകൂടി തന്നെ നിൽക്കുന്നു. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ സാവുമാന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. പക്ഷെ സാവുമാനെ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സോളാണ്, ആരുമായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും പോകത്തില്ല. എന്നിരുന്നാൽ പോലും ഷോ എന്ന് പറയുന്ന ഒരു ഷോയാണ്. ആ ഷോയ്ക്ക് പറ്റിയൊരു ഷോ ഈ പറയുന്ന സാബു മാന്റെ കയ്യിൽ ഇല്ല. അപ്പം ഉള്ളവരൊക്കെയാണ് ഇപ്പോൾ പുറത്തോട്ട് പോകുന്നത്. നിലവിൽ ജിസൈൽ പുറത്തേക്ക് പോയിരിക്കുന്നു എന്നാണ് അറിയാൻ കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ ജിസൈൽ എന്ന് പറയുന്നത് അത്യാവശ്യം പേയ്മെന്റോടുകൂടി തന്നെ ബിഗ് ബോസിനുള്ളിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ഫാമിലി റൗണ്ട് അവസാനിക്കുകയും ചെയ്തപ്പം ആര്യനുമായിട്ടുള്ള ഒരു കൊളാബിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇവർക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഔട്ട്പുട്ട് കിട്ടാത്തതിനാൽ ഇത്രയും ഒരു ഹ്യൂജ് പേയ്മെന്റ് കൊടുത്തുകൊണ്ട് അങ്ങ് ബോളിവുഡിൽ നിന്നും ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് മലയാള ബിഗ് ബോസിൽ കൊണ്ട് നിർത്തിയിട്ട് അവർക്ക് കാര്യത്തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തൊന്നും ലഭിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇനിയിപ്പം അത് ഇവിടെ താങ്ങി നിർത്തിയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, പുറത്ത് പോയേ പറ്റൂ. എന്നിരുന്നാലും ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലാവുന്ന സത്യം പറഞ്ഞ അനുമോളാണ്. അനുമോൾക്കൊരു വാണിംഗ് എന്നോ അല്ലെങ്കിൽ അനുമോളുടെ മനസ്സിലൊരു കല്ലെടുത്ത് വെച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഞാൻ ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. സംഭവം എന്താന്ന് പറയുക, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഒരു ടാസ്കിനകത്ത് കണ്ണ് കെട്ടി തറയിലിട്ട് അടിക്കുന്നതിനകത്ത് അനുമോളെ അടിച്ചപ്പോഴത്തേക്കിന് ജിസൈലിന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദ്യം. അപ്പൊ ജിസൈൽ പറയുന്നുണ്ട് എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു, അല്ലാതെ അടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അനുമോള് പറയുന്നുണ്ട് നീ കണ്ണ് കണ്ടിട്ടാണ് അടിച്ചതെങ്കിൽ നീ ഈ വീക്കിൽ നീ അങ്ങ് ഔട്ടാവുമെന്ന്. എന്തായാലും നാ വച്ചിട്ടതാ, ഇനി കരുനാക്കാണോന്ന് വാ വളർന്നൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും അനുമോളെ. എന്തായാലും ജിസൈൽ ഔട്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു അന്താളിപ്പ് അനുവിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആര്യൻ എന്താവോ എന്തോ, കാരണം രതിച്ചേച്ചി ഔട്ടായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പപ്പുവിന് പ്രത്യേകിച്ച് വലിയ പ്രകടനങ്ങളൊന്നും ബിഗ് ബോസിനകത്ത് ഇല്ല. ഇനി ആരുടെ കൂടെ നടക്കാനും എടുക്കാനും ഇല്ല. ബട്ട് സ്റ്റിൽ ഹീസ് എ ഫണി പേഴ്സൺ. നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ആദ്യം വളരെയധികം നെഗറ്റീവിലേക്ക് വന്ന് എന്നാൽ ഇപ്പം ഒരു പരിധി വരെ പോസിറ്റീവിലേക്കായി മാറുന്നുണ്ട്. പോസിറ്റീവ് ആകുന്ന രീതിയിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നു. അതിനൊരു മെജോറിറ്റി പങ്ക് വഹിച്ചതും ആര്യന്റെ ഫാമിലി റൗണ്ട് തന്നെയാണ്. ആര്യന്റെ മദറും ബ്രദറും മാത്രമാണെന്ന് ആ ഷോ കൃത്യമായിട്ട് കണ്ടവർക്ക് അറിയാം. എന്തായാലും നമ്മൾ അതിനെ ചുറ്റിപ്പറ്റിയ വലിയ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ബിഗ് ബോസിൽ നിന്നും ഈ എവിക്ഷൻ പ്രോസസ്സിലൂടെ പുറത്തായ വ്യക്തികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ രാജ് ടോക്കിനകത്ത് അത്യാവശ്യം ജെന്യുവിൻ ആയിട്ടുള്ള റീസൺ വഴിയാണ് ഇത് കിട്ടുന്നത്. അതല്ല അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ട് റിയാക്ട് ചെയ്യാം. നമസ്കാരം, ബിഗ് ബോസ് മലയാളം സീസൺ 7 എവിക്ഷൻ അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ ആണ് ഞാൻ അറിഞ്ഞത്. സത്യം പറയാൻ അങ്ങനെ അവോയ്ഡ് ചെയ്ത കാലമുള്ള ഞാൻ അത് ഡയറക്റ്റ് നമ്മൾ അറിഞ്ഞ ഒരു എവിക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്നും വളരെ ജെന്യുവിനായിട്ട് തരുന്ന ഒരു അവിടെ നിന്ന് തന്നെ കിട്ടിയത് കൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ ഇതുവരെയ്ക്കും എനിക്ക് തെറ്റിയിട്ടില്ല. ഇത്രയും കാലമായിട്ട് തെറ്റിയിട്ടില്ല. ജിസൈൽ ഔട്ടായി എന്നാ പറയുന്നത്. അതായത് നമ്മൾ കണ്ടു ഒനീൽ ഔട്ടായി, അത് പക്കയാണ്. ഇപ്പൊ നമ്മൾ അറിയുന്നു ജിസൈൽ തക്രാൽ ഔട്ടായി എന്നൊരു ഞെട്ടിക്കുന്ന ഒരു വിവരം വരുന്നു. എങ്ങനെ ഈ ഒനയിൽ ഔട്ടായത് സത്യം പറഞ്ഞ കഴിഞ്ഞ വീക്കിൽ അഭിശ്രീ ഔട്ടായപ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എന്തായാലും കൂടെ നിന്നൊരു വ്യക്തി ആയതുകൊണ്ട് അവരുടെ ഗെയിം പ്ലേയിൽ വലിയ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അഭി ഔട്ടായത്. അപ്പം നെക്സ്റ്റ് ഈ പറയുന്ന ഒനയിൽ തന്നെയാണെന്ന് ഏകദേശം എനിക്ക് കൺഫേം തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു ജിസൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒരു എന്റർടൈൻമെന്റ് ഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. കണ്ടന്റുകളൊക്കെ ആവശ്യം പോലെ വാരി എറിയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും കണ്ടന്റ് അറിയാത്ത ആൾക്കാരോട് ഉണ്ടല്ലോ, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് കേട്ടപ്പോഴത്തേക്കും ജിസൈൽ ഇപ്പോഴും ഔട്ടാവുന്നു, എന്താ ഇങ്ങനെ? അതിപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല. പല സീസണുകളിലും ഓരോ വ്യക്തികളും ഇതുപോലെ തന്നെയാണ് ഔട്ടായി പോയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് കാണാം. സാബുമാൻ, ഈ പറയുന്ന ജിഷിൻ ഇപ്പൊ ഇത്രയും വോട്ട് കുറവായിരുന്നു. അപ്പൊ ഈ ഓൺലൈൻ പോളുകളെല്ലാം യൂട്യൂബ് പോളുകളിൽ ജിസൈലിന് വളരെ വോട്ട് കുറവാണ്. ശ്രദ്ധിക്കുക,
പക്ഷെ ഓൺലൈൻ പോളുകളിലാണ് ജിസൈലിന് ഇത്രമാത്രം വോട്ടുകൾ വരുന്നത്. പക്ഷെ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്, 99.9% വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ അവിടെ നിന്നാണ് നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടുന്നത് എന്നും കൂടി അറിയുമ്പോൾ ഞാൻ ഞെട്ടിക്കുന്നുള്ളൂ. ഞാൻ ഈ ജിസൈലിന്റെ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത് കേട്ടോ. അത്രയും ഞെട്ടിച്ച ഒരു എവിക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. ജിസൈൽ തക്രാൾ ഔട്ടായി എന്നുള്ള വിവരമാണ് കിട്ടിയത്. ഇനി എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്. എന്തായാലും ജയ് ഹിന്ദ്. ഇപ്പൊ ജയ് ഹിന്ദ് എന്നാ ജയ് ഹിന്ദ്. ഈ ജിസൈൽ ഇനിയിപ്പോ ഔട്ടായ സ്ഥിതിക്ക് ഇനിയിപ്പോ കൊച്ചിയിലോട്ടാണോ വരുന്നത്, ബോംബെയിലോട്ടാണോ പോകുന്നതെന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. കാരണം പുള്ളിക്കാരുടെ അമ്മ വന്ന സമയത്ത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, പുള്ളിക്കാരി പറയുന്നുണ്ട്, എന്റെ പത്തിക്കുത്തി അവധിയാണ്, എന്റെ മേക്കപ്പ് സെറ്റുകൾ അവധിയാണ്, എന്റെ സിറം അവധിയാണ്, എന്റെ മുടി എക്സ്റ്റൻഷൻ അവധിയാണ്, നിങ്ങൾ എന്തിനാണ് മമ്മി ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾക്ക് പൊക്കൂതേ മമ്മി, ഞങ്ങൾ അങ്ങോട്ട് വരത്തില്ലേ മമ്മി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ട് കാണുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ മാത്രമേ നമ്മളെ മലയാളി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ ദഹിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കണ്ടന്റുകൾ ഈ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം നേരെ ഡൽഹിയിലോട്ടോ ബോംബെയിലോട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും നമ്മുടെ ഇവിടുന്ന് ബുക്കിക്കൊണ്ട് പോകാനായിട്ട് കാക്കക്കുയിലോ അല്ലെ മയിൽപ്പീലിയോ ഒന്നും നമുക്ക് കാണത്തില്ല. ഇനിയിപ്പോൾ കണ്ടറിയാൻ എന്താണ് നടക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും ജിസൈൽ ആൻഡ് ഒനൈൽ ഈ ഒരു വീക്കിൽ ബിഗ് ബോസിൽ നിന്നും പുറത്താവുകയാണ്.